ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പെട്ടെന്നൊരു പ്ലാനിങ്ങിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. അപ്പം നമ്മളുടെ കുട്ടികളൊക്കെ പൊതുവേ ചോറ് കഴിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കേസ് പറഞ്ഞാൽ അവർക്ക് ചോറ് ഇഷ്ടമല്ല. അവർക്ക് ചപ്പാത്തി, ദോശ അല്ലെങ്കിൽ ഇങ്ങനെ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്കിഷ്ടം. അപ്പം ചപ്പാത്തി ഒക്കെ ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും ഇച്ചിരി ചോറും കൂടെ കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് കൊടുത്തു നോക്കി, പക്ഷെ അവർ കഴിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ റൈസ് ഉണ്ടാക്കില്ലേ, ഫ്രൈഡ് റൈസ് പോലെ, അങ്ങനെ ഉണ്ടാക്കുമ്പം അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മളുടെ കയ്യിൽ എപ്പോഴും ഈ ബിരിയാണി റൈസ് ഒന്നും സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പം നമ്മുടെ കയ്യിൽ എന്താണെങ്കിലും ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും പച്ചരി ഉണ്ടാവും അല്ലേ. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ആണെങ്കിലും അല്ല നമ്മൾ മേടിക്കുന്ന പച്ചരി ആണെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റൈസ്, കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊരു റൈസ്, റേഷൻ പച്ചരി വെച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൈസ് ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി റൈസ് കുറച്ച് നെയ്യും കുറച്ചല്ല ഒരു 2 ഏലക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് പോയിട്ടില്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ വെന്ത് പോയതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ വെന്ത് പോയിട്ടില്ല. കറക്റ്റ് വേവിനാണ് എടുത്തിരിക്കുന്നത്. അതായത് മുഴുവൻ വേവിലെടുക്കരുത്, ഒരു 80% വെന്താൽ മതി. ആ ഒരു വേവിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിക്കൻ ഈ പച്ചരി വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി നേരം ചിക്കനും റൈസും കൂടെ ഒരുമിച്ചിട്ട് വേഗത്തക്ക രീതിയിൽ വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ചേറെ വെള്ളം ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നൂഡിൽസ് ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനകത്ത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചേർക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ വെന്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ, കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ ചിക്കൻ, ഒരു 1/4 കിലോ ചിക്കനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമുക്ക് എന്തോരം ആവശ്യമുണ്ട്. ഇപ്പം 3 കഷ്ണം ചിക്കനേ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കിങ്ങനെ തന്നെ വെക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ചിക്കൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ, ഞാനിപ്പം എൻ്റെ മൂത്തയാൾ അങ്ങനെ ചിക്കൻ പീസസ് ഒന്നും കടിച്ച് തിന്നത്തില്ല, ഇഷ്ടമല്ല, അങ്ങനെ കണ്ടാൽ കഴിക്കില്ല. അപ്പം ഞാനിത് ആൾ കഴിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും റൈസിനകത്ത് ചേർക്കുന്നത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ ഒരു ചിക്കനും കൂടെ വെന്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 സവോള, ഒരു മീഡിയം സൈസുള്ള തക്കാളി, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം. അപ്പോൾ ഞാനിത് ഇത്രയും ഇവിടെ നന്നായിട്ട് എണ്ണ ഒഴിച്ച്, എണ്ണയ്ക്കകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട്, കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഈ ഒരു സവോളയും തക്കാളിയും, സവോള ആദ്യം വഴറ്റി അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിനുശേഷം ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്തുടയുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്താൽ മതി, അങ്ങനെയും നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബിരിയാണി മസാല ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനതാണ് കേട്ടോ ചേർക്കുന്നത്. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ, ഇതിപ്പം കുഞ്ഞുങ്ങൾക്ക് മാത്രമെന്നല്ല നമുക്കാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മുടെ ആവശ്യത്തിനും കൂടെ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ടാക്കാം. ഇനി അതല്ല, ബിരിയാണി മസാല ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് ബിരിയാണി മസാല ചേർത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഊഹ അളവ് വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്താൽ മതിയാവുമേ. അപ്പോൾ ഇവിടെ ഞാൻ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ വെള്ളവും കൂടെ ഞാൻ, ചിക്കൻ സ്റ്റോക്ക് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. വറ്റി വരിക മീൻസ് ഉണങ്ങി പോകരുത്, അങ്ങനല്ല, ജസ്റ്റ് ഒരിച്ചിരി ഗ്രേവിയോടെ ഇരിക്കണം. റൈസ് മിക്സ് ചെയ്യുമ്പോൾ റൈസിലെല്ലാം പുരളാൻ പാകത്തിന് ഇച്ചിരി ഗ്രേവിയോട് കൂടി തന്നെ വേണം വരാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഞാൻ മിക്സിയിൽ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിക്കൻ പീസസും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. അപ്പം ഇപ്പം നിങ്ങളുടെ കയ്യിൽ, ഞാൻ ഇവിടെ പച്ചരി വെച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഇനി അല്ല, ബിരിയാണി റൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി നമ്മളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നോർമലി നമ്മളുടെ ചിക്കൻ ഈ ഒരു ഗ്രേവിക്കകത്ത് ചിക്കൻ പീസ് ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് റൈസ് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പച്ചരി ആയതുകൊണ്ടാണ് വേറെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ചിക്കൻ പീസസും കൂടെ ചേർത്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ തിക്കായി. ഇനി ഒരു മിനിറ്റും കൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. തീ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പം റൈസ് ഒന്നിലൊന്ന് തൊടാതെ കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഈ ഒരു ഗ്രേവി ആ ഒരു പരുവത്തിന് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇച്ചിരിയും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. അപ്പം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വേഗം നേരത്തെ നമ്മൾ ഓൾറെഡി ഉപ്പും കൂടെ ചേർത്തിട്ടായിരിക്കണം വേവിക്കേണ്ടത് കേട്ടോ. ഇതാ റൈസ് ഞാനിതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ചിക്കൻ നമ്മൾ ചേർത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ ചേർക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഫിഷ്, ബോൺലെസ് ആയിട്ടുള്ള ഫിഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ലഞ്ച് ബോക്സിനാണെങ്കിലും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ബിരിയാണിയൊക്കെയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാനിതിൽ റൈസ് ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒത്തിരി കുഴച്ച് ഇളക്കി കൊടുക്കരുത്. ഒന്ന് ഇപ്പം ഇതുപോലുള്ള തവികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കുഴഞ്ഞു പോകാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് ഈ ഗ്രേവി റൈസിൽ പറ്റത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. തണുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം തീ നമുക്ക് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞെടുത്തിട്ടാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടും എന്താണെങ്കിലും. ചോറ് കഴിക്കാത്ത കുട്ടികൾക്കും എപ്പോഴും പലഹാരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് അവരൊരു പറ്റിക്കലാണ് എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് അത് വേറൊരു ഓപ്ഷനാണ്. നമുക്ക് അങ്ങനെയും നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനോടൊപ്പം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള ടൈമിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എപ്പോഴും നൂഡിൽസും അതേപോലെ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ട് അവർക്ക് കേൾക്കുമ്പോൾ ഒരു കൗതുകവും കഴിക്കാനൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന ഒരു ഫുഡാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വീഡിയോയ്ക്ക് ഇത്ര ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്